മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടന്നു. 13 വകുപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തോടൊപ്പം തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗം തീരുമാനം കൈക്കൊണ്ടു. ശക്തമായ മഴ തുടരുകയും ജില്ലയിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടന്നത്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വകുപ്പ് തുടങ്ങി 13ഓളം വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഇതുവരെയുള്ള വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് 25 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു കോർഡിനേഷൻ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല മേഖലയിലും കയത്ത് മഴ പോലും കഴിഞ്ഞ ദിവസങ്ങളും ഒക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഫയർഫോഴ്സ് ഉൾപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ ഈ ആശ്രയയുടെ വർക്കുകൾ നടക്കുന്നതിനാൽ നിരന്തരം മണ്ണിടിച്ചിലും മറ്റും അപകടമുള്ളതും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവം നമുക്ക് വിളിക്കുമ്പോൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നിരന്തരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ മഴയും നാശനഷ്ടങ്ങളുമാണ്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ റെസ്ക്യൂ ടീം പോലെ കുറച്ച് ദിവസങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കൂടെ നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കേണ്ടതായി വന്നാൽ സ്വീകരിക്കേണ്ടെന്ന നടപടികളടക്കം യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.